ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു പുതിയ വിഭവമായാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് അറിയണ്ടേ? ഡ്രൈ ജാക്ക് ഫ്രൂട്ട് അഥവാ ഉണക്കച്ചക്ക. ഈ ഉണക്കച്ചക്ക കൊണ്ട് നമുക്കിന്നൊരു അടിപൊളി ഒരു വിഭവം തയ്യാറാക്കിയാലോ? ഇനി ആരും കൂഴച്ചക്കയും വരിക്കച്ചക്കയും ഒന്നും പാഴാക്കി കളയരുത്. ഇതേപോലെ ഉണക്കി എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് എപ്പോഴെങ്കിലും ഇത് ഉപകരിക്കുന്നതാണ്. ഇതേപോലെ ഉണക്കിയ ചക്ക പാക്കറ്റിലാക്കി മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വരുമാനം നേടാവുന്നതാണ്. എത്ര മാസം വേണമെങ്കിലും ഈ ചക്ക കേടുകൂടാതിരിക്കും. ഇനി ഇത് എങ്ങനെയാണ് ഉണക്കിയെടുക്കുന്ന മെത്തേഡ് എന്ന് നോക്കാം. പച്ച ചക്ക, അതായത് വരിക്ക ആയിക്കോട്ടെ കൂഴ ആയിക്കോട്ടെ, ഏത് ചക്കയായാലും വളരെ മൂത്തു പോണതിന് മുമ്പ് വെട്ടി തയ്യാറാക്കി എടുത്ത് ഉപയോഗിക്കാം. അരിഞ്ഞ് ഉണക്കിയെടുക്കേണ്ടത് നല്ല വെയിൽ വേണം ഉണക്കിയെടുക്കാൻ. നല്ലതുപോലെ ഉണക്കി സൂക്ഷിക്കുക. ഈ ചക്ക എന്റെ വീട്ടിൽ ഉണക്കി എന്റെ ഒരു സുഹൃത്ത് സൗദി അറേബ്യയിൽ കൊണ്ടുവന്നതാണ്. ഈ ഉണക്കച്ചക്ക വെച്ച് ഞങ്ങൾ ഒരു അടിപൊളി ചക്കക്കൂട്ട് ഇവിടെ തയ്യാറാക്കാൻ പോവുകയാണ്. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണം. ഫ്രഷ് ചക്കയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഉണക്കലിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. എങ്ങനെയാണോ ഫ്രഷ് ചക്ക ഉണ്ടാക്കിയത് അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ചക്കയ്ക്കും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതേപോലെ ഒരു ചക്കക്കൂട്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ ടേസ്റ്റ് എന്റെ കമന്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, വരൂ വീഡിയോയിലേക്ക് പോകാം. ഞാനിതാ ഇവിടെ കുറച്ച് ഉണക്കച്ചക്കയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ ഒരു 2 മണിക്കൂർ ഇട്ടതിന് ശേഷം അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം 1-2 പ്രാവശ്യം ചൂടുവെള്ളത്തിൽ കഴുകി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഞാൻ ഇവിടെ ഒരു ചെറിയ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ ചക്ക വാരിയിട്ട് അടുപ്പത്ത് വെക്കാം. അതിനുശേഷം കുക്കറിന്റെ അടപ്പടച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. പലതരം ചക്കയ്ക്കും പല വേവുള്ളതിനാൽ കൂടെ വിസിൽ ഓഫാക്കി അതിനകത്ത് വേവൊന്ന് പരിശോധിച്ച് ഉറപ്പാക്കി വേവിച്ചെടുക്കണം. ചക്കയ്ക്കുള്ള മസാലക്കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് കറിവേപ്പില, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറുജീരകം 1/2 സ്പൂണ്, ചെറിയൊരു വെളുത്തുള്ളി, എരിവിന് ആവശ്യമായ പച്ചമുളകും ചക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള തേങ്ങയും. മസാലക്കൂട്ടെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ അരയാൻ പാകത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. അപ്പോഴേക്കും ചക്ക ഇതാ നല്ലതുപോലെ വെന്ത് റെഡിയായിരിക്കുന്നു. അതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചിരുന്ന അരപ്പ് അതിലേക്ക് ഇടാം. അതിനുശേഷം ചക്ക നല്ലതുപോലെ ഉടച്ച് നമ്മളെ പരുവത്തിനാക്കി എടുക്കാം. ചക്ക നല്ലതുപോലെ ഉടഞ്ഞു വരികയാണ്. നിങ്ങൾ കാണുന്നില്ലേ വീഡിയോയിൽ? ആ കളറ് തന്നെ കറക്റ്റായി വരുന്നു. എന്താ നല്ല മണം! ആ ചക്കയും ആ മസാലയും കൂടി അങ്ങോട്ട് മിക്സായി സെറ്റായി വന്നപ്പോണ്ടല്ല ഞങ്ങൾ നാട്ടിലെത്തിയതുപോലെ തോന്നുകയാണ്. അടിപൊളി തന്നെ! ചക്ക റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ തിളപ്പിച്ചോ? ഇവിടെ കൊണ്ട് അങ്ങോട്ട് തുടങ്ങിയാലോ? ദേ കണ്ടോ, നല്ല മീൻകറിയും ചക്ക ഉടച്ചതും നല്ല കുത്തരി ചോറുമാണ് ഇന്നത്തെ വിഭവം. എങ്ങനെയുണ്ട്? നമുക്ക് കുറച്ച് കുത്തരി ചോറ്, ചക്ക, ഉണക്കച്ചക്ക ഉടച്ചത്, നല്ല പാര മീൻകറി, നല്ല തേങ്ങ അരച്ച് പറ്റിച്ച് വെച്ചതാട്ടോ. നല്ല ഫ്രഷ് പാരയാണ്. കുറച്ച് മീൻകറി, നല്ല ലുക്ക് തന്നെ മാരകമാണ്. ഒന്ന് കഴിച്ചു നോക്കാം. വാ, എന്താ സൂപ്പർ! നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക, ഫ്രഷ് ചക്ക കഴിക്കും പോലെ തന്നെ തോന്നുന്നുണ്ട്. യാതൊരു വ്യത്യാസമല്ല. വളരെ ഉണക്കിയ ചക്കയാണെന്ന് പറയത്തേ ഇല്ല. നല്ല ഫ്രഷ് ചക്ക ഉടച്ചു വെച്ചത് മാതിരി തന്നെ ഉണ്ട്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഗൾഫിൽ വന്നതിന് ശേഷം ഈ ചക്ക ഉടച്ചത് മീൻകറിയും കൂട്ടി ചോറ് കഴിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഊണെന്തായാലും കുശാലായിട്ടുണ്ട്. ഇനി ഞാനൊരു പിടി പിടിക്കട്ടെ. ഒരൽപ്പം ചക്ക ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് നിരത്തി നല്ല മീൻകറി, പാര മീൻകറിയാണ് കേട്ടോ. ഒരൽപ്പം കുത്തിരി ചോറും ആവാം അല്ലേ? അതിനുശേഷം ഈ മീൻകറിയുടെ ലുക്ക് കണ്ട. ഇതിൽ എന്തൊക്കെയാണ് ചേർത്തെന്ന് അറിയാമോ? പച്ചമാങ്ങയും മുരിങ്ങക്കായും തേങ്ങ അരച്ച് പറ്റിച്ചിറക്കിയ ഒരു മീൻകറിയും കൂട്ടി കഴിക്കാൻ എന്താ ഒരു ടേസ്റ്റ്! ഒരു രക്ഷയുമില്ല. അന്യായ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, അമ്മമാരെ, ചേച്ചിമാരെ, സഹോദരിമാരെ എല്ലാവരും ഇതേപോലെ ചക്ക ഒന്ന് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചക്ക ഇല്ലാത്ത സീസണിൽ ചക്ക ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ.